സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ വൈകന്റെ കുറെ അല്ലല്ല, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ 3 കോടി കിട്ടിയില്ലെങ്കിൽ റസൂൽ പൂക്കുറ്റി നിന്നെ ഞാനിട്ട് വലിപ്പിക്കുവടാ മോനെ. നല്ലവരായ എല്ലാ സ്ത്രീകളോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. സ്ത്രീകൾക്ക് മുൻഗണന ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പല വൃത്തികേടുകളും നടക്കുന്നുണ്ട്. ഒരു കൂട്ടം സ്ത്രീകൾ അയ്യോ അങ്ങേ അറ്റം തോന്നിവാസമാണ് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. സജ്ന നൂർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞ 3 കോടിയുടെ കേസേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഒരു സജ്ന എന്ന് പറയുന്ന ലേഡിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ്. ചേച്ചി, സജ്ന ചേച്ചി 3 കോടി ചോദിച്ചതുപോലൊക്കെ കേട്ടല്ലോ എന്ന്. ഇപ്പൊ സോളിഡ് പ്രൂഫാണ് പ്രിയപ്പെട്ടവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഫിറോസ് ഖാൻ സജിനയുടെ മുൻ ഭർത്താവിട്ട വീഡിയോകൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ചാനലിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ രാവിലെ ഇട്ടായിരുന്നു. പക്ഷേ എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ, കുറച്ച് ആട്ടും തുപ്പും എനിക്ക് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സജന ചേച്ചി, നമ്മളോടൊന്നും തോന്നല്ലേ, നിങ്ങളുടെ വോയിസ് തന്നെയാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ചേച്ചിയുടെ അല്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടതും കേട്ടതുമാണ് അല്ലേ പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും ധൈര്യപൂർവ്വം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ അല്ലേ? തുടങ്ങാലോ. വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പുകൾ നമ്മുടെ റസൂൽ പൂക്കുറ്റിയും സജ്ന നൂറുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, കൂടാതെ ഫിറോസിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കേൾക്കാം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് കേട്ടല്ലോ എല്ലാവരും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം സജ്ന നൂർ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട പോസ്റ്റ് 9 വീക്ക് പ്രഗ്നന്റ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട ഒരു സാധനം ഉണ്ടല്ലോ, ഉള്ളതാ, തെളിഞ്ഞു കഴിഞ്ഞല്ലോ. അവർ തന്നെ പറയുന്നുണ്ടല്ലോ. അല്ല, ഇനി മുന്നോട്ട് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് മനസ്സിലാക്കാം അവർ നിറവയറോട് കൂടെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആ നാടകം, ഇവരുടെ ഇൻസ്റ്റഗ്രാം ആരാണ്ടോ അക്കൗണ്ട് അടിച്ചോണ്ട് പോയി എന്നിട്ട് ചെയ്തതാണ്, ഹാക്കഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇരുന്ന് കരഞ്ഞു മെഴുകി കഥകളൊക്കെ പറയുന്നുണ്ട്. അത് അടുത്ത വീഡിയോ ചെയ്യാം, റിയാക്ട് ചെയ്യാം, കുറച്ചുണ്ട്. അതിന് മുമ്പ് ഇതങ്ങോട്ട് തീർക്കണം. കേട്ടല്ലോ നിങ്ങൾ, നമ്മുടെ റസൂൽ പൂക്കുറ്റിയോട് പറയുന്നതാ ഇത്താത്തു. പിന്നെ ഷാഹിദ, റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യ ഉള്ള സമയത്ത് തന്നെയാണ് നമ്മുടെ സജ്ന നൂർ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇക്കാക്കന്നെ വേണം, എനിക്ക് ഇക്കാനെ കിട്ടിയേ പറ്റുള്ളൂ. എന്താണ് ഒരിച്ചിരി നാണം? അല്ല, നിങ്ങളും കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്, അയാൾ ഡിവേഴ്സ്ഡ് അല്ല. അയാൾ കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ബലം പിടിക്കുന്നതിനകത്ത് മനസ്സിലാക്കാം. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ആ വ്യക്തി, ഇപ്പോൾ നിങ്ങൾ ഡിവേഴ്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങളും അയാളും കൂടെ തീരുമാനമെടുത്തു കല്യാണം കഴിക്കാം, എന്നിട്ട് ഇയാൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫിറോസിനോട് കൂടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഡിവോഴ്സ് കഴിഞ്ഞ് നമുക്കിതാ ഒന്നിച്ച് ജീവിക്കാം, നമുക്കിപ്പോൾ ഇങ്ങനെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ, മനസ്സിലാക്കാം. ഇത് അയാൾക്ക് വേറെ കുടുംബമുണ്ട്, നിങ്ങളും വേറെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഡിവോഴ്സ്ഡ് ആണെങ്കിലും പോട്ടെ, എന്തും ആയിക്കോട്ടെ, തോന്നിവാസം അങ്ങോട്ട് കാണിക്കേ. പക്ഷേ
നാട്ടുകാരുടെ ഇതൊന്നും അല്ലല്ലോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഇടയക്കൂടി ഈ കാണിക്കുന്ന പരിപാടി അത് എന്തുവാ? എന്തുവാ ബാക്കി പറഞ്ഞിട്ടുണ്ട്? അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരുണ്ടായത്. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഇവരുടെ ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ, ഇക്കാടെ ഓവർ കുബുദ്ധി അല്ലേ? കൊച്ചു പിള്ളേർ അടുത്തിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാറ്റി വെച്ചോണേ പിള്ളേരെ, എന്നിട്ട് പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്ത് പോയാൽ ആവത്തില്ല, അകത്ത് പോണം. ചേച്ചി ക്ലാസ് എടുത്ത് തരണ്ട. ഇതെന്ത് ക്ലാസ്സാണ് എടുക്കുന്നത്? അല്ല, എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ല, നമുക്കറിയാൻ സാധിച്ചത് സജ്ന നൂറ് തന്നെ ഈ റസൂൽ പൂക്കുറ്റിയായിട്ട് സംസാരിക്കുന്ന ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു യൂട്യൂബർക്ക് കൊടുത്തതാ. ഈ യൂട്യൂബർ എന്ത് ചെയ്തു? ഫിറോസ് ഖാനുമായിട്ട് ടൈപ്പില്ല, നല്ല കമ്പനിയായിരുന്നു, എല്ലാം എടുത്ത് ഫിറോസ് ഖാന് കൊടുത്തു. ഫിറോസ് ഖാൻ ഇതെല്ലാം എടുത്ത് പുറത്ത് വിട്ട് നാറി പാര് നാറി. സജ്ന നൂറേ, ഈ ഓവർ ബുദ്ധി കാണിക്കാൻ പോയത് നിങ്ങളാ. അതുകൊണ്ടാണ് ഇപ്പൊ കിടന്നത് പുഴുങ്ങുന്നത്. ഇനി എന്തോ പറയും? നാട്ടുകാരോട് ഇനി എന്തോ പറയും? ഇതൊക്കെ ആന്ന് പറയുമോ ഈ വോയിസ് ഒക്കെ? നിങ്ങൾ തന്നെ എടുത്തൊരാൾക്ക് കൊടുത്തതല്ലേ? ഓവർ ബുദ്ധി കുബുദ്ധി കാണിക്കാൻ പോയതല്ലേ? കിട്ടിയില്ലേ? അടിച്ച് കിട്ടിയില്ലേ? അകത്ത് തന്നെ കിട്ടിയില്ലേ? നാണമുണ്ടോ സ്ത്രീയെ? ആയിക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അഴിഞ്ഞാടി അങ്ങോട്ട് ജീവിക്കേ. ആൾക്കാർ കാണുന്നത് ആ കണ്ണിലൂടെ കാണുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേ എണ്ണത്തിന് നമ്മൾ കാണുന്നുണ്ട്. പിടികിട്ടിയോ? ഉണ്ട്. അത് മറ്റു സാധനം ഉണ്ടല്ലോ, മറ്റെന്താണ്, തുല്യതയൊന്നും അല്ല. പുരുഷനും പെണ്ണിനും ഒരേ തുല്യത അങ്ങനെ അല്ല, മുൻഗണനയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് കാണിക്കാമല്ലോ, കാണിക്കേ. എന്നിട്ട് ഫിറോസ് ഖാനെ ഈ അടുത്തൊക്കെ വന്നിരുന്ന് എന്തോരോ അപരാധമായിരുന്നു. ബാക്കി കേൾക്കാൻ നമുക്ക് കഴിയില്ല. എന്ത് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയും ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലത് മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മീട്ട് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നെ അറിയാം, ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ സജന നൂറേ, തൊഴാൻ നിങ്ങളെ കേട്ടോ. നിങ്ങൾക്കേ ഇതൊക്കെ പറ്റുള്ളൂ. എങ്ങനെ പറ്റുന്നു ചേച്ചി ഇതൊക്കെ? ആദ്യത്തെ ഒന്നിനെ കളഞ്ഞു, രണ്ടാമത് വീണ്ടും. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ആരാ ശരിക്ക്? ഇത് ഇവിടെങ്ങും തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. 1, 2, 3, 4, 5 ഇങ്ങനെ കിടക്കുക. റസൂൽ പൂക്കുറ്റിയൊക്കെ അവസാനത്തേത്. ഇതിന് മുമ്പും കുറെ ഉണ്ടായിരുന്നതൊക്കെയാ പറയുന്നത് നമ്മുടെ മറ്റേ ഫിറോസ് ഖാൻ. പുന്നാര താത്തേ, ഇതെങ്ങനെ പറ്റുന്നു? എന്നിട്ട് വീണ്ടും വേണോ അല്ലേ? ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഇതെന്താ ഇത്? ഒരു ലിമിറ്റിൽ ഒരു നാണോ മാനോ ഒക്കെ ഇല്ലേ? നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത സാധനമല്ലേ ഇത്? നിങ്ങളുടെ വിചാരം എന്തോ അത്ര വലിയ എന്തോ നല്ല കാര്യം നിങ്ങൾ ചെയ്തതെന്നോ? അയാള് കല്യാണം കഴിച്ചൊരു ഫാമിലി ആയിട്ടിരിക്കുക. അവനെ പിന്നൊന്നും പറയണ്ട. എൻ്റെ പൊന്നാരെ റസൂൽ പൂക്കുറ്റി, അയ്യോ പൂക്കുറ്റിയും കമ്പുത്തിരിയും മത്താപ്പും എല്ലാം എടുത്ത് പ്രയോഗിച്ചല്ലേ, കനത്തിലായിരുന്നല്ലേ. എന്താ പറയണ്ടേ ഇതൊക്കെ കേട്ടിട്ട്? ടു ഹോട്ടേ. സജനാനൂറേ, അല്ല നിങ്ങൾ ഇനി എന്ത് വന്ന് പറയും? നിങ്ങൾ ഇനി എന്തായിരിക്കും നാട്ടുകാരോട് പറയാൻ പോകുന്നത്? നിങ്ങൾ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്, സൈബർ അറ്റാക്കോ അതും ഇതോ ഒക്കെ. ഇനിയല്ലേ ശരിക്കും നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് വരാൻ പോകുന്നത്? സ്ത്രീയെ എങ്ങനെ വരാതിരിക്കും? നിങ്ങൾ അതിന് മാത്രമാണ് നിങ്ങളുടെ വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? ഇതിൽ കൂടുതൽ വല്ലതും വേണോ? ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ തന്നെ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഈ സ്ത്രീ ഇങ്ങനെയായിരുന്നെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം അവര് തന്നെ പറയുന്നത് റസൂൽ പൂക്കുറ്റിയായിട്ട് ഇക്കാക്ക ഇതെല്ലാം പോട്ടെ, 3 കോടി. ഇത്രയും കുഞ്ഞിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അയാൾ വേണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് സ്ത്രീയെ നിങ്ങൾക്ക് 3 കോടി തന്നാൽ കുഴപ്പമില്ല, ഞാൻ ഒതുക്കിക്കോളാം എന്ന് പറയാൻ എങ്ങനെ പട്ടിയേണ്ട തതിനാ നൂറേ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിനക്ക് നിന്നോടോ നിന്റെ ശരീരത്തോടോ, ബാക്കിയുള്ളവരുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ വിടും. നിനക്ക് നിന്നോടോ നിന്റെ ശരീരത്തോടോ ഒരു വിലയില്ല, ഒരു സ്നേഹവും ഇല്ല. എനിക്കതാ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. എന്നിട്ട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പുരുഷന്മാരുടെ നെഞ്ചത്തോട്ട് കയറും. അവന്മാരിങ്ങനെ അവന്മാരിങ്ങനെ. എന്നാൽ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ കാണിക്കുന്നത് എന്താ? 1, 2, 3 എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ? ഞാൻ എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ പറയുന്നത്, കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. നമുക്കിനി ഫിറോസ് ഖാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. എന്നിട്ട് സജന നൂറിൻ്റെ മെയിൻ വോയിസ് അത് ഏറ്റവും അവസാനം കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇനി ഫിറോസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇനിയെങ്കിലും അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളയാതെ കുറച്ച് നേരം അത് ഇവിടെ തന്നെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇയാൾ പറയുന്നതിനകത്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് കേട്ട് തുടങ്ങാം. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലരെൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ അഭിനയം കരഞ്ഞ് അഭിനയിക്കുന്നു എല്ലാം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവളോട് നിർത്താം, എനിക്ക് അങ്ങനെ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു, ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫിറോസ് ഖാൻ തൂക്കിയതാ. അതായത് നേരത്തെ ഉണ്ടായിരുന്നു, ഫിറോസ് ഖാനുമായിട്ട് കെട്ടി പിള്ളേരൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് വേറെ പരിപാടികളുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ കല്യാണത്തിന് ശേഷം അത് പൊക്കി, മോളെ വേണ്ട നീ പോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആണുങ്ങൾ ആദ്യമേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കുമ്പോഴേ പറയും വേണ്ട പോകാം. അപ്പോൾ ഉണ്ടല്ലോ കരഞ്ഞും കൂവിയും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. പിന്നെ നമ്മൾ കൂടെ നിൽക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു സെറ്റപ്പായി കഴിയുമ്പോൾ നമ്മളെ തള്ളി അങ്ങ് പുറത്ത് കളയും. എനിക്ക് തോന്നുന്നു ഫിറോസ് ഖാൻ്റെ കേസിലും അതാണ് നടന്നിരിക്കുന്നത്. പിടികിട്ടിയോ? അവർക്ക്
ചില സ്ത്രീകൾക്ക് ഇങ്ങനെ വേണം, ആൾക്കാരിങ്ങനെ സ്റ്റോക്കിൽ വേണം. അതുപോലുള്ള ഒരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ കേൾക്കുന്നതൊക്കെ എന്തുവാ? പിന്നെ മുറിക്കുന്ന പരിപാടി, മുറിക്കുക, മറ്റേ തൂങ്ങുക, ഇതൊക്കെ ഉള്ളതാ. ഈ വിളച്ചിലൊക്കെ ചില ഐറ്റങ്ങളുടെ ഉള്ളതാ. മനസ്സിലായോ? ബാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് കൊഞ്ചിക്കുഴഞ്ഞ് അങ്ങട് ആടി ഉല്ലസിച്ച് ഡയറക്ടറെയും കറക്കി. അപ്പൊ ടോക്കൺ നമ്പർ 2 കേട്ടല്ലോ. ടോക്കൺ നമ്പർ 2. ഇതിനു മുമ്പ് ഫിറോസ് ഖാൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, ഫിറോസ് ഖാന്റെ വീട്. ടോക്കൺ നമ്പർ 2. കല്യാണത്തിന് മുമ്പ് ഒരെണ്ണം, കല്യാണം കഴിഞ്ഞപ്പോൾ ഫിറോസ് ഖാൻ പൊക്കി. അങ്ങനെ അതും ഇപ്പൊ ഡയറക്ടറും 2. ഡയറക്ടറെ നിർത്തിയില്ല, പ്രൊഡ്യൂസറിലേക്കൊക്കെ എത്തുന്നുണ്ട്. ബാക്കി കേക്ക്. സജിന നൂറേ, ഇടക്കിടക്ക് നിങ്ങളെ ഒന്ന് വണങ്ങണം. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന്, അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ പൈങ്കിൾ സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അവനുമായിട്ട് ഒളിച്ചോടി. 3. ടോക്കൺ നമ്പർ 3. സജിന നൂറേ, വീണ്ടും അയ്യോ, ഒന്ന് നേരിട്ട് കാണണമായിരുന്നു, ഒന്ന് കാലേ വീണ് വന്നിക്കണമായിരുന്നു. ഇതുപോലുള്ള കുറെ എണ്ണമുണ്ട്. കൊടുക്ക, മറ്റേ മൂല്യത മൂല്യത അല്ല, എന്താണ് പറയുന്നത്, ആനുകൂല്യം. അയ്യോ, കൊടുക്ക്, ഇതിനൊക്കെ എടുത്ത് തലേ വെച്ച് കൊടുക്ക്. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലുണ്ടല്ലോ, ഈ സ്ത്രീകൾക്കുള്ള എല്ലാ സ്ത്രീകളെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് പേർക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ പുറത്താണ് ഇവർ ഈ കിടന്ന് ഈ കാട്ടായ മൊത്തം കാണിക്കുന്നത്. എന്നിട്ട് പുരുഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവൻ്റെ നെഞ്ചത്തോട്ട് കേസ്, ഇല്ലെങ്കിൽ അവനെ നാണം കെടുത്തുക. എല്ലാവരുടെയും ഇടയ്ക്ക്, കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ഇടയ്ക്ക് അവൻ തെറ്റുകാരൻ. സ്ത്രീ മാത്രം ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ, നല്ല സ്ത്രീകളുണ്ട് വീണ്ടും പറയുന്നു, ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചാലും ചില സ്ത്രീകളെ തലേ വെച്ച് ചുമന്നുകൊണ്ട് നടക്കണം. മനസ്സിലായോ? കാരണം ചിരിച്ച് നല്ല വന്നിരുന്ന് കണ്ണീരൊഴുക്കി കഥകളൊക്കെ പറഞ്ഞ് അയ്യോ. അടുത്ത റൗണ്ട് ഇന്റർവ്യൂ കൊടുക്കണ്ടേ സജിന ചേച്ചി? ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാ, ബോയ്സ് ഇതൊക്കെ പറയണം കേട്ടോ. റസൂൽ പൂക്കുറ്റി, അയ്യോ എനിക്ക് അയാളെ ആകെ 2 പ്രാവശ്യം കണ്ട പരിചയമുള്ളേ. ഞങ്ങൾ മറ്റേ എന്താണ് കാലിക്കറ്റിലെ ഒരു ഹോട്ടലിന്റെ പേര് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഇടയ്ക്കൊന്ന് പഴംപൊരി കഴിക്കാൻ കയറിയായിരുന്നു, പുള്ളി അപ്പം അവിടെ വെച്ച് കണ്ട്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പറയണ്ടേ? എത്രയും പെട്ടെന്ന് വന്ന് പറ, അടുത്ത ഇന്റർവ്യൂ കൊടുക്ക്. ബാക്കി കേൾക്കാം ഫിറോസ് ഖാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടുണ്ടോ? പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും
ഫിറോസിന് ശേഷം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരാളും ഉണ്ടല്ലേ, മറ്റേ ഒളിച്ചോടി സ്കീം. എന്നിട്ട് ഫിറോസുമായിട്ടൊരു ബന്ധമില്ലെന്നൊക്കെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയാണേ നിങ്ങളിപ്പോ കണ്ടത്. പൊന്ന് സജിനത്താത്ത, അയ്യയ്യോ, കേരളത്തിലെ ഉടായിപ്പുകൾ ഒളിച്ചു വെച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് സജിനാനൂർ. എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത് അല്ലേ. കാരണം ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാനും മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കാനും ഒക്കെ എങ്ങനെ പറ്റുന്നു? ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്, കുറേ എണ്ണം. ഇതിനെയൊക്കെ വേണം ആദ്യം ഇവിടുന്ന് ഓടിക്കാൻ, നാട് കടത്താൻ. അല്ലാതെ പുരുഷന്മാരെ മറ്റേ ഒന്നും ചെയ്യുന്നവന്മാരെ ഒന്നും അല്ല, അവന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ടാലും ഓക്കെ, തള്ളിക്കളയാം, ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം. ഇതിനെയൊക്കെ എന്തോ ചെയ്യും? നാട് കടത്തണം, ഇല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന തലമുറയും കൂടെയും ഇതൊക്കെ ഇല്ലാതാക്കും. ബാക്കി കാണാം. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണമമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസറെ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ എന്നും നിൻ്റെ മൊയ്തീൻ്റെ ഡയറക്ടർ RS വിമൽ അറിയായിരിക്കുമല്ലോ അല്ലേ? മുറ്റത്തെ മുറ്റത്തെ മുത്തല്ലേ കണ്ടൊരു പാട്ടൊക്കെ ഇല്ല അതിനകത്ത്. നല്ല സിനിമയായിരുന്നു കേട്ടോ, സിനിമ കൊള്ളാം. ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സജനത്താത്താൻ്റെ അടുക്ക കുറച്ച് റൊമാൻറ്റിക് ഇറക്കി സജനത്താത്ത ഇങ്ങ് പോകുന്നു. പുള്ളിയായിട്ടും പ്രണയം. ടോക്കൺ നമ്പർ 4. ചേച്ചി ഇതെങ്ങനെ പറ്റുന്നു? ഇതെങ്ങനെ പറ്റുന്നു? അയ്യോ, വീണ്ടും എനിക്കൊന്നും പറയാൻ പോലും വരുന്നില്ല, നാക്കൊക്കെ ഉടക്കി പോകുന്നതേ. ഇത് എത്ര വർഷത്തെ ഗ്യാപ്പിന്? അതാ വർഷമൊന്നും ചോദിക്കരുതല്ലേ, എത്ര മാസത്തെ ഗ്യാപ്പില? അതോ ദിവസത്തിന്റെ ഗ്യാപ്പിനാണോ? ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, മറ്റേത്, മറിച്ചേത്. എൻ്റെ ദൈവമേ, ഒന്നുമില്ലാതെ ഫിറോസ് ഖാൻ എന്തായാലും ഇത് വന്നിരുന്ന് തള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് RS വിമലിനെതിരെ. റസൂൽ പൂക്കുറ്റിക്കെതിരെ ഇനി ആരും പറയണ്ട. രണ്ടിൻ്റെ വോയിസ് പുറത്ത് വന്നു കഴിച്ച് ചേച്ചിയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കാരണമായിരുന്നു. എന്നിട്ട് റസൂൽ പൂക്കുറ്റി, അതും റസൂൽ പൂക്കുറ്റിയുടെ തലയ്ക്ക് ഇക്കാക്കാന്റെ കൂഷ്മ ബുദ്ധി കാരണമാണെന്ന്. ഇക്കാക്കായും കൊള്ളാം, ഇത്താത്തായും കൊള്ളാം, രണ്ടും ചേരും. അയ്യോ, ഇനി എന്താ മുന്നോട്ടുള്ള പരിപാടി? റസൂലിന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞല്ലോ, നാണക്കേടാണല്ലോ. ഇനി രണ്ടുപേരും കൂടെ ഒന്നിച്ചങ്ങ് പോകാൻ നോക്ക് റസൂലിക്ക, മനസ്സിലായോ? ഇത്താത്തന്റെ കൂടെ നിൽക്ക്, അതായിരിക്കും ഇക്കാക്കാക്ക് നല്ലത്. ഇല്ലെങ്കിൽ മറ്റേ ചേച്ചി പറഞ്ഞ കണക്ക് അകത്തിട്ട് തട്ടാൻ ഇനി ഒന്ന് കിട്ടിയില്ലെന്ന് വരും ഇക്ക. ബാക്കി കേൾക്കാം. ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഉണ്ട്, ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്, ഹെവി ടീമുകളോട്ടാണ്. എല്ലാ ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കട്ട് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടായിട്ട് അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ, അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാലിൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും, ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവർക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അത് ഫിറോസ് കാക്ക പറഞ്ഞത് കറക്റ്റാണ്.
ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളോടായിരിക്കും കേട്ടോ താല്പര്യം, അത് വേറെ കാര്യം. അവർ ഭയങ്കര ഡീസൻറ്റും ആയിരിക്കും, സമൂഹത്തിൽ അയ്യോ മാന്യന്മാർ, മാന്യത നിറഞ്ഞു തുളുമ്പുന്ന ആളുകളായിരിക്കും, നമ്മളെപ്പോലൊന്നും ആയിരിക്കത്തില്ല, ഭയങ്കര മാന്യതയായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ഉടായ്പകളും ഫ്രോഡുകളും ഇതുങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? 5 എണ്ണം ഇപ്പം പറഞ്ഞു വെച്ചതിനകത്തുനിന്ന് 5 എണ്ണം. ഇത് ഓരോ വർഷം ഓരോന്നാണെങ്കിൽ പോട്ടെ, ഇത് അങ്ങനൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനി നമ്മൾ അറിയാത്തതായിട്ട് എന്തോരം ഉണ്ട് സജ്ന, നൂറെ, ഞങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞതാ, ഇതിൻ്റെ ഒരു ഗുട്ടൻസ് പറഞ്ഞതാ. മനസ്സിലായോ? പുരുഷന്മാർക്കായിട്ട് സെപ്പറേറ്റ് പറഞ്ഞു, സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണ്ട, പുതുതലമുറയെ നിങ്ങൾ വഴി തെറ്റിക്കണ്ട. എങ്ങനെ? ഒന്നാമത് വഴി തെറ്റിയ തലമുറ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ടെ. പുരുഷന്മാർക്കൊന്ന് പറഞ്ഞു തരാമോ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എങ്ങനെയാ? അല്ല, അറിഞ്ഞാൽ കൊള്ളായിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇതൊന്നുമല്ല രസം. ഫിറോസ് കാക്കയുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഫിറോസ് കാക്ക ഈ റസൂലിൻ്റെ നാട്ടിലുള്ള വീട്ടിലേക്കൊന്ന് കയറി ചെന്നായിരുന്നു, കുടുംബ വീട്ടിലേക്ക്. അതിൻ്റെ വിഷ്വൽസും കൂടി ഒന്ന് കണ്ടു. ഇവിടെ ഉണ്ട്. അപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയോ? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ അറസ്റ്റ് കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വെച്ചോക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ മോടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മോടിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല ഇന്നില്ല. നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യയാണോ? മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇനിയും പിടിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ആയിരിക്കും. ഞാനിവിടെ വരും. ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എന്റെ അനിയന്റെ ഭാഗത്ത് നിന്ന് ഒരു റോങ് ഉണ്ടാകുന്നത് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ്, അതായത് സജിനയും ഫിറോസും ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഫിറോസ് ഖാൻ റസൂൽ പൂക്കുറ്റിയുടെ കുടുംബത്തിൽ ചെന്ന് അവിടെ സഹോദരന്മാരുണ്ടായിരുന്നു, അവരോട് നേരിട്ട് എന്നിട്ട് സംസാരിക്കുന്നതാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ഇനി കയറരുത്, അവനോട് പറ വേറെ വഴിക്ക് പോകാൻ. ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. റസൂൽ പൂക്കുറ്റി അറ്റ്ലീസ്റ്റ് എന്തായാലും ഇത് അറിഞ്ഞു കാണും. ഇത് അറിഞ്ഞപ്പോൾ റസൂൽ പൂക്കുറ്റിക്ക് തിരിച്ച് പോകാമായിരുന്നു വെട്ടിങ് കിടക്കെടുത്ത്. പിന്നെയും ഈ വിളിച്ച് കേട്ടണ്ടായിരുന്നു. പിന്നെ വിളിച്ച് കയറ്റിയത് പോട്ടെ, ഒന്നിനെ കളഞ്ഞു, 2 വീണ്ടും. എൻ്റെ പൊന്നണ്ണ, സേഫ്റ്റി മേടിക്കാൻ കിട്ടുവണ്ണ, വലിയ പൈസയൊന്നും ആവത്തില്ല, 100 രൂപയുടെ കാര്യമുള്ളൂ. ആ സോക്കേട് അങ്ങനെ അങ്ങ് തീർത്താൽ പോരായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നേ, സമ്മതിക്കണം. പൊന്ന് റസൂൽ പൂക്കുറ്റി മാറി നിൽക്ക്, നിന്നോട് എനിക്കൊന്നും പറയാനില്ല. സജിന നൂറേ, എന്തുവാ ഈ കേൾക്കുന്നേക്ക്? എന്തുവാ ഇത്? ഇതൊന്നുമല്ല, മെയിൻ ഒരു സാധനമുണ്ട്. ഇവിടെയാണ് തീരുന്നത് സജിന നൂറ്. ഇവിടെ ഈ ഒരു ഒറ്റ വോയിസിൽ ഇത് കേട്ടോ നിങ്ങൾ? ഇല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ വൈകന്റെ കുറെ അല്ലല്ല, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ ഇതാണ് ചോദിക്കുന്നത്. അതൊന്നും എനിക്ക് അഭിമാനമോ അങ്ങനെ ഒരു വാക്കിടക്ക് കേട്ടു അതുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. അഭിമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുണ്ടെങ്കിൽ ഇത്രയും ആണുങ്ങളുടെ കൂടെ പോയി കിടക്കത്തില്ലായിരുന്നു. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഈ റസൂൽ പൂക്കുറ്റിയുടെ കൂടെ കിടന്നിട്ട് നീ തന്നെ റെക്കോർഡ് ചെയ്യുന്ന കോള്, അതിൽ നീ പറയുന്ന വാക്കുകൾ, ഇച്ചിരി അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ വാക്കുകൾ പറയത്തില്ലായിരുന്നു. അകത്തിട്ട് ആ സാധനം ഉണ്ടല്ലോ, ഇവള് പറയുമായിരുന്നോ? ഇച്ചിരി അഭിമാനമുള്ളവളായിരുന്നെങ്കിൽ ഇവളത് പറയുമായിരുന്നു? എനിക്ക് തോന്നുന്നില്ല. പിന്നെ 3 കോടി, നീ എന്തിനാ വോയിസ് റെക്കോർഡൊക്കെ ചെയ്ത് നീ യൂട്യൂബർക്ക് കൊടുത്തത്? ഈ 3 കോടി ചോദിക്കാനായിരുന്നെങ്കിൽ അവിടെ തീർന്നു. നീ റെക്കോർഡ് ചെയ്തതിനൊന്നും ഇനി ഒരു വിലയില്ല. നീ മറ്റേ കുഞ്ഞ് അത് ഇത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അതിനോട്, ആ ജനിക്കാൻ പോകുന്നതിനോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ
3 കോടി തന്ന് സെറ്റിൽ ചെയ്യാൻ നീ നിൽക്കുമോ സജന നൂറെ? മേടിച്ച് സെറ്റിൽമെന്റിന് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ എങ്ങനെ നിൽക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരി അഭിമാനമുള്ളവരാണെങ്കിൽ പോടാ പുല്ലെന്നും പറഞ്ഞിട്ട് പോകും. അതില്ല നിനക്ക്. ഞാനീ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. എന്തായാലും സജന നൂറെ ഇനി കഥ പറഞ്ഞിറങ്ങേണ്ട, ആരും വിശ്വസിക്കത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.